ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും കീർത്തിടും നാം, നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗദരദേശത്തെ ഭൂതബാധിതന് കർത്താവ് നൽകിയ സൗഖ്യത്തെക്കുറിച്ച് വായിക്കുന്ന തിരുവചന ഭാഗമാണ് മർക്കോസ് 5:1-20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്ത് ഗദരദേശത്ത് എത്തിയപ്പോൾ കാണുന്നത് കല്ലറകളിൽ നിന്ന് ഇറങ്ങി വരുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെയാണ്. അവൻ ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ചുകൊണ്ട് നിലവിളിച്ചു പറയുന്നത്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ നീ ദണ്ഡിപ്പിക്കരുത്. മർക്കോസ് 5:7. യേശുവിനെ നമസ്കരിച്ച ഈ മനുഷ്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവനെ നിയന്ത്രിച്ചിരുന്നത് അശുദ്ധാത്മാവായിരുന്നു. അവൻ കല്ലറകളിലായിരുന്നു പാർത്തിരുന്നത്. തീർച്ചയായും അവന് ഒരു കുടുംബമുണ്ട്, മാതാപിതാക്കന്മാരും സ്നേഹവതിയായ ഭാര്യയും മക്കളും ഉണ്ടായിരിക്കും. അവൻ ദുരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതോടുകൂടി ഈ ഭൂമിയിൽ അവനുണ്ടായിരുന്ന സകല ബന്ധവും ഇല്ലാതായി. അശുദ്ധാത്മാവിൻ്റെ ശക്തി അവനെ ഭരിച്ചിരുന്നതിനാൽ ചങ്ങല കൊണ്ടുപോലും അവനെ ബന്ധിക്കുക അസാധ്യം ആയിരുന്നു. ബന്ധിച്ചാൽ തന്നെ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയോ ഉരുമ്മി ഒടിച്ചു കളയുകയോ ചെയ്യുമായിരുന്നു. കല്ലുകളാൽ സ്വയം ഇടിച്ച് മുറിപ്പെടുത്തുകയും രാവും പകലും നിലവിളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുക പതിവായിരുന്നു. സാത്താൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടവരെ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയില്ല. ദൈവവുമായി ബന്ധമില്ലാതെ പാപ അവസ്ഥയിൽ ജീവിക്കുന്നവർ എല്ലാം സാത്താൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടവരാണ്. സാത്താൻ്റെ ബന്ധനത്തിൽ ആയിത്തീരുന്നവരുടെ എല്ലാം അവസ്ഥ ഇവിടെ നാം കാണുന്ന അഭൂതഗ്രസ്തൻ്റെ അവസ്ഥ തന്നെയാണ്. ദൈവവചനമോ ആരാധനയോ പ്രാർത്ഥനയോ ഒന്നും അവർക്ക് കാര്യമല്ല. അധാർമിക പ്രവൃത്തികളിൽ കൂടി അവർ ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരത്തെ മുറിപ്പടിച്ചു കൊണ്ടിരിക്കും. മദ്യപാനത്തിൽ കൂടിയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും തന്നെത്താൻ ചതച്ച് ശരീരത്തെ മുറിപ്പെടുത്തും. ഭവനത്തിലുള്ളവരുമായി സന്തോഷിക്കുന്നതിനോ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനോ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. പാവത്തിൽ ജീവിച്ച് തങ്ങളെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരും ഭൂതത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് തന്നെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു വ്യത്യാസവുമില്ല. യേശു ഈ മനുഷ്യനെ കണ്ടു, അവൻ യേശുവിനെയും കണ്ടു. അശുദ്ധാത്മാവ് അവനെ പ്രേരിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് അവൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നതും നമസ്കരിക്കുന്നതും. നമസ്കരിക്കുവാനുള്ള കാരണം തന്നെ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവിനെ ദണ്ഡിപ്പിക്കരുത്. 5:7. അതായത്, ഞങ്ങൾ അവനിൽ തന്നെ വസിച്ചോളാം, മറ്റാരെയും ഉപദ്രവിക്കില്ല, ഇവനിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കരുത്. ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന അനേകരും ഈ മനുഷ്യനെ പോലെ തന്നെയാണ്. തങ്ങളിൽ ഉള്ള പാപ അവസ്ഥയെ ഉപേക്ഷിക്കുവാൻ മനസ്സ് കാണിക്കാത്ത അനേകർ ഉണ്ട്. ഈ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? യേശു അവൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി ആ മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കി. യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. യേശുവിന് സൗഖ്യവും സുബോധവും നൽകി. സുബോധമെന്ന് അവൻ വസ്ത്രം ധരിച്ചു യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു. അവൻ യേശുവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് നിൻ്റെ കൂടെ പോരണം.
5:18 സുബോധമുള്ളവർക്ക് മാത്രമേ യേശുവിനോട് കൂടി യാത്ര ചെയ്യുവാൻ കഴിയൂ. നമ്മെ മുറിപ്പെടുത്തുന്ന എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും വിടുതൽ പ്രാപിക്കാതെ നമുക്ക് യേശുവിനെ പിൻപറ്റുവാൻ കഴിയില്ല. ഈ പ്രഭാതത്തിൽ നമ്മെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാപഭാരവും യേശുവിൻ്റെ ക്രൂശിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കാം. സുബോധം എന്ന ഈ മനുഷ്യൻ യേശുവിനോടുകൂടി പോകുവാൻ ആഗ്രഹിച്ചു എങ്കിലും യേശു അത് അനുവദിച്ചില്ല. അവൻ മടങ്ങിച്ചെന്നു എങ്കിൽ മാത്രമേ തകർന്നു കിടക്കുന്ന അവൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുള്ളൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു. മാത്രമല്ല, യേശുവിൽ കൂടി അവന് ലഭിച്ച സൗഖ്യം അവൻ്റെ ഭവനത്തിൽ സാക്ഷ്യമായി തീരണം. ജീവിതത്തിൻ്റെ തകർച്ചയെ മാറ്റി സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് എല്ലാവരും അറിയണം. അതിന് അവൻ ഭവനത്തിൽ തിരികെ ചെന്നേ മതിയാകൂ. ലഹരിയിലും അധാർമിക പ്രവൃത്തികളിലും അകപ്പെട്ട് പാപത്താൽ മുറിവെച്ച് എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. എത്രയോ കുടുംബങ്ങളാണ് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നത്. ഈ അവസ്ഥയിൽ കഴിയുന്നവർക്ക് നൽകുവാൻ നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. അതായത്, പാപത്തിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കിയവനാണ് എൻ്റെ യേശു എന്ന് സാക്ഷിപ്പാൻ നമുക്ക് കഴിയണം. അതിന് ചെയ്യേണ്ടുന്നത് ഒന്ന് മാത്രം: യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ആത്മാർത്ഥമായി കടന്നു ചെല്ലണം. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. കർത്താവേ, ക്രൂശോട് ചേർന്നിരിപ്പാനും ജീവിതത്തിലുണ്ടായ എല്ലാ തകർച്ചയിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തല്ലകൻ കുഞ്ഞിനെ